കലിതുള്ളി അമേരിക്ക, ഭയന്നു വിറച്ച ഇറാൻ. ഇതാണ് ഇപ്പോഴത്തെ പശ്ചിമേഷ്യയിലെ അവസ്ഥ. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഹൂതികൾക്കെതിരെയും സിറിയക്കെതിരെയും അതിമാരകമായ ആക്രമണമാണ് അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾ നടത്തുന്നത്. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ തന്നെ അമേരിക്കയുടെ പ്രത്യാക്രമണം പ്രധാനപ്പെട്ട ഇസ്ലാമിക ഭീകര രാഷ്ട്രങ്ങൾക്കെതിരെ തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ച് ഹൂതികൾക്കെതിരെ ചെങ്കടലിൽ നിരന്തരമായി പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഹൂതികൾ. പലതവണ അമേരിക്കയുടെ താക്കീതുണ്ടായി, എന്നിട്ടും ഹൂതികളുടെ ആക്രമണത്തിന് കുറവുണ്ടായിരുന്നില്ല. ഹൂതികളെ നിയന്ത്രിക്കാൻ ചെങ്കടലിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ 10 രാഷ്ട്രങ്ങളുടെ സംയുക്ത സഖ്യം, സൈനിക സഖ്യം ഉണ്ടാക്കി. എന്നിട്ടും കൃത്യമായി ഹൂതികളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിന് പിന്നാലെയാണിപ്പോൾ 2 ദിവസങ്ങൾക്ക് മുൻപ് ഹൂതികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് നേരെ യമനിലേക്ക് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ ശക്തമായ ആക്രമണം നടത്തിയത്. ബ്രിട്ടന്റെ ഫൈറ്റർ ജെറ്റുകളും ഈ ആക്രമണത്തിൽ പങ്കുചേർന്നിരുന്നു. നിരവധി ഹൂതികളുടെ കേന്ദ്രങ്ങളിലേക്ക്, പ്രത്യേകിച്ച് അവരുടെ ആയുധ കേന്ദ്രങ്ങളിലേക്കായിരുന്നു വമ്പൻ റോക്കറ്റ് ആക്രമണവും ബോംബാക്രമണവും. നിരവധി കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കപ്പെട്ടു എന്ന വിവരങ്ങൾ വന്നു. അതിന് പിന്നാലെ സിറിയയും അമേരിക്ക ആക്രമിച്ചു. ഇതോടുകൂടി ആകെ ഭയന്ന് വിറച്ചത് ഇറാനാണ്. അതിന് പിന്നാലെ ഇറാന്റെ പ്രതികരണം വന്നിരിക്കുന്നു. ഞങ്ങൾ ആണവ പരീക്ഷണങ്ങൾ നിർത്തിവെക്കാൻ തയ്യാറാണ്, ഞങ്ങൾ ഇക്കാര്യത്തിൽ പുനഃപരിശോധനയ്ക്ക് തയ്യാറാണ്. എന്നാൽ ഇത് സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ആരുടെയും ഭീഷണിയുടെ അടിസ്ഥാനത്തിലുമല്ല. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തലവൻ റഫേൽ ഗ്രോസി ഇപ്പോൾ ഇറാനിൽ സന്ദർശനം നടത്തുകയാണ്. റഫേൽ ഗ്രോസിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇറാന്റെ പ്രതിരോധ മന്ത്രി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയത്. പിന്നാലെ അദ്ദേഹം മാധ്യമങ്ങളോട് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. അതിന് പിന്നാലെ റഫേൽ ഗ്രോസി മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം പരസ്യമായ ഒരു ആവശ്യം ഉന്നയിച്ചു. ഇറാന്റെ ആണവ നിലയങ്ങളെയോ ആണവ കേന്ദ്രങ്ങളെയോ ആക്രമിക്കരുത്. പരോക്ഷമായി ഇസ്രായേലിനെയും അമേരിക്കയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു ഇത്. ഒരു കാരണവശാലും ഇറാന്റെ ആണവ പദ്ധതികളെ, ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെ യുദ്ധത്തിനിടയിൽ ആക്രമിക്കരുത്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ പുതിയ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇറാൻ ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണവും പ്രകോപനവുമായി വന്നാൽ ഞങ്ങളുടെ ആക്രമണം എങ്ങനെയായിരിക്കുമെന്ന് പറയാനാകില്ല. ആവശ്യമെങ്കിൽ ഞങ്ങൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങും, ഇറാന്റെ എണ്ണപ്പാടങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങും, ഇറാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ ഞങ്ങൾ ആക്രമിക്കും. അതിന് ഞങ്ങൾ ഇനി മടിക്കില്ല. ഇറാന്റെ സർവ്വ മേഖലകളെയും ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒക്ടോബർ മാസം 26-ാം തീയതി നടത്തിയ ആക്രമണം പരിമിതമായിരുന്നു. എന്നാൽ അത്രത്തോളം ഹ്രസ്വവും പരിമിതവുമായ ഒരു ആക്രമണമായിരിക്കില്ല ഞങ്ങൾ ഒരിക്കൽ കൂടി ഇറാനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ നടപ്പാവുക എന്ന വാക്കാണ് ഇസ്രായേൽ കാറ്റ്സ് എന്ന പുതിയ പ്രതിരോധ മന്ത്രി നടത്തിയത്. ഇത് വലിയ ആശങ്കയാണ് ഇറാൻ ഉണ്ടാക്കിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തലവൻ കൂടി ഇറാനിലേക്ക് പറന്നെത്തിയത്. അവിടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിനെ കൊണ്ട് ഇറാൻ ഭരണകൂടം ഇത്തരത്തിൽ പറയിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അതിനു മുൻപ് തന്നെ തങ്ങളുടെ ആണവ പരീക്ഷണങ്ങൾ നിർത്തിവെക്കാൻ തയ്യാറാണെന്നും ആണവ നിർവ്യാപന കരാറിലേക്ക് പോകാൻ തങ്ങൾക്ക് മടിയില്ലെന്നുമുള്ള നിലപാട് ഇറാൻ അറിയിച്ചത്. അക്ഷരാർത്ഥത്തിൽ ഇറാൻ ഭയന്നിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും കൂടെ കൈകോർത്താൽ ഇറാൻ എന്ന രാജ്യം ഭസ്മമാകുമെന്ന് ഇറാന് കൃത്യമായി അറിയാം. ഇനി ഒരിക്കൽ കൂടി പ്രകോപിപ്പിച്ചാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തന്നെ ലക്ഷ്യമിടുമെന്നും ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിടുമെന്ന ഇസ്രായേൽ കാറ്റ്സ് എന്ന ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ, ആ വാക്കുകൾ ചെറുതായൊന്നുമല്ല ഇറാനെ ഭയപ്പെടുത്തിയിരിക്കുന്നത്. ഇറാൻ മുട്ടുവിറയ്ക്കുന്നു. അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി തന്നെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇറാൻ. കാരണം ഇറാന്റെ ഏറ്റവും വലിയ വിമർശകനാണ് ട്രംപ്. എല്ലാ കാലത്തും ഇറാന്റെ ഭീകര പ്രവർത്തനങ്ങളെ നിശിതമായി വിമർശിക്കുന്നയാൾ. അതുകൊണ്ട് തന്നെ ഇറാന് ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല എന്ന് വ്യക്തമായി ബോധ്യമായിരുന്നു. അതുമാത്രവുമല്ല, ഒക്ടോബർ മാസം 1-ാം തീയതി ഇസ്രായേലിനെതിരെ 200ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ച് ഇറാൻ ആക്രമണം നടത്തിയതിന് പിന്നാലെ ട്രംപിന്റെ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു. ഇറാനെ ഇസ്രായേൽ തിരിച്ചടിക്കേണ്ടത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ടായിരിക്കണം.
അങ്ങനെയായിരിക്കണം ഇസ്രായേൽ ഇറാന് തിരിച്ചടി നൽകേണ്ടത്. ഇതായിരുന്നു ട്രംപിന്റെ പ്രതികരണം. അതിൽ നിന്ന് തന്നെ എത്രത്തോളം കൃത്യമായി, എത്രത്തോളം ആക്രമണകരമായി ഇറാനെ ആക്രമിക്കണമെന്നാണ് ട്രംപ് ഉദ്ദേശിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. ആ ട്രംപ് ഇസ്രായേലിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഇസ്രായേൽ വേണമെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പോലും ആക്രമിക്കുമെന്നുള്ളത് ഇറാന് കൃത്യമായി ബോധ്യമായി. അതിന് പിന്നാലെയാണ് നയപരമായ ഉടമ്പടികളുമായി ഒരു സന്ധി സംഭാഷണ ചർച്ചയുമായി ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഒടുവിൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തലവനെ കൊണ്ട് തന്നെ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമിക്കരുതെന്ന് കേണപേക്ഷിക്കേണ്ട അവസ്ഥ വരെ എത്തിയിരിക്കുന്നു ഇറാന്റേത്.